സ്ക്രീൻ വിസിബിൾ ആണ് നിങ്ങൾക്ക്? യെസ്. ഓക്കെ. നമുക്ക് ഫസ്റ്റ് വരുന്നത് LKGയുടെ ABC ഫണ്ട് ആണ്. LKGക്ക് നമുക്ക് ABC ഫണ്ടില് ഫസ്റ്റ് 2 മന്തിന്റെ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ പറയുന്നത്. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇപ്പം. അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ഫസ്റ്റ് PT1 എക്സാം വരുന്നത് ജൂലൈ സെക്കൻഡ് വീക്കിലായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി കലണ്ടർ കിട്ടിയപ്പോൾ മനസ്സിലായി കാണും. ജൂലൈ സെക്കൻഡ് വീക്കിലാണ് നമുക്ക് ഫസ്റ്റ് PT1 എക്സാം വരുന്നത്. അപ്പം ഫസ്റ്റ് PT1 എക്സാമും ജൂലൈ മന്തിലെയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. അപ്പം ഓരോ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് അനുസരിച്ചുള്ള പോർഷൻസ് പറയുന്നതുണ്ട്, അതുപോലെ ലെസൺ അനുസരിച്ച് വരുന്നതുമുണ്ട്. അപ്പൊ ABC ഫണ്ടിന്റെ കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ. ഓക്കെ. ഓക്കെ. ABC ഫണ്ടിന്റെ പേജ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ABC ഫണ്ടിന്റെ ഫസ്റ്റ് 7 മുതൽ 25 വരെയുള്ള പേജസ് ആണ് ജൂലൈയിൽ നമ്മൾ എടുക്കുന്നത്. അപ്പം ജൂലൈയിലെ എക്സാമിന് മുമ്പ്, അതായത് PT1 എക്സാമിന് മുമ്പ് ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ 13 വരെയുള്ളത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക ജൂണിൽ തന്നെ. ദെൻ 14 to 25 നിങ്ങൾക്ക് പറ്റുന്നത്ര മാക്സിമം പോർഷൻ തീർത്തിട്ട് നിങ്ങൾക്ക് PT1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ജൂലൈയിൽ ഫുള്ള് തീർക്കേണ്ട പോർഷനാണ് 25 വരെയുള്ള പോർഷൻസ് പറയുന്നത്. ഓക്കെ. നമുക്ക് ഫസ്റ്റ് വരുന്നത് ആൽഫബറ്റ്സ് ആണ്. അതായത് നമുക്ക് ഈ LKGയിലെ 1 ഇയറിൽ പഠിപ്പിച്ച് തീർക്കേണ്ട പോർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലെറ്റേഴ്സ് ആണ്. A മുതൽ Z വരെയുള്ള ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ആണ് നമുക്ക് ഒരു വർഷത്തേന് പഠിപ്പിക്കാനുള്ളത്. അപ്പം അതിൽ നമുക്ക് ആദ്യത്തെ 2 മന്ത്സ് കൊണ്ട് തീർക്കേണ്ടത് A മുതൽ E വരെയുള്ള പോർഷൻസ് ആണ്. നമുക്ക് പേജ് 25 വരെ വരുമ്പോഴത്തേനും D വരെയുള്ള പോർഷൻസ് ആണ് വരുന്നത്. A to D വരെയുള്ള പോർഷൻസ് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന എയുടെ സെക്ഷനിൽ നമുക്ക് വേർഡ്സ് കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ മതി, എഴുതാൻ പഠിപ്പിക്കണമെന്നില്ല. ഇപ്പൊ പറഞ്ഞ് പഠിപ്പിക്കുക, അതായത് സൗണ്ട്സ് പഠിപ്പിക്കാനുണ്ട്. എ എന്നൊരു സൗണ്ട് പഠിപ്പിക്കുക. അതുപോലെ തന്നെ എ കൂട്ടി വരുന്ന വാക്കുകൾ, വേർഡ്സ് മാക്സിമം കുട്ടികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അവരിപ്പോ കുറെ നാളുകൊണ്ട് അംഗൻവാടി പോയവര് കാണും, അല്ലെങ്കിൽ പ്ലേ സ്കൂളുകളിൽ പോയവര് കാണും, നഴ്സറികളിൽ പോയവര് കാണും. അപ്പൊ ഓൾറെഡി കുറെ വേർഡ്സ് അവർക്ക് അറിയാമായിരിക്കും. അവരെ കൊണ്ട് തന്നെ പുതിയ പുതിയ വേർഡ്സ് അല്ലെങ്കിൽ ഓരോരോ വേർഡ്സ് പറയിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ദെൻ അതിന്റെ കൂടെ നമ്മൾ കൂടി പഠിപ്പിക്കുക. അപ്പൊ നമുക്കറിയാം കുറെ വേർഡ്സ്, നമുക്ക് നോർമലി പറയുന്ന കുറെ വേർഡ്സ് ഉണ്ട്. എ ഫോർ ആപ്പിൾ, അതുപോലെ തന്നെ ആൻഡ്, ആക്സ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന വേർഡ്സ് കൂടെ അവർക്കൊന്ന് ഫെമിലിയർ ആക്കുക. ഇപ്പൊ കുറച്ച് കട്ടിയുള്ള വേർഡ്സ് ആണ് നമുക്ക് തന്നേക്കുന്നത്. ആരോ, അലിഗേറ്റർ, അതുപോലെ തന്നെ ആസ്ട്രോനോട്ട്. ഇതൊക്കെ ഇച്ചിരി കട്ടിയുള്ള വേർഡ്സ് ആണ്. എങ്കിലും അവരെ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പഠിപ്പിച്ച് വേർഡ്സ് ഫെമിലിയർ ആക്കുക. വേർഡ്സ് ഫെമിലിയർ ആക്കുന്ന ഒപ്പം തന്നെ അത് എന്താന്നൂടെ പിക്ചർ കാണിച്ചുകൂടെ ഐഡന്റിഫൈ ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി നോക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലുക്ക്, സേ ആൻഡ് ട്രേസ് ആണ്. അതായത് നോക്കി പഠിച്ച് എഴുതാനൂടി പഠിക്കണം. ഓരോ ലെറ്റേഴ്സും എഴുതാൻ പഠിക്കാനാണ്. ഫസ്റ്റ് ലെറ്റർ വരുന്നത് A ആണ്. A എന്ന ലെറ്റർ എഴുതാൻ പഠിക്കണം. അപ്പം ഹൗ ടു റൈറ്റ്, എങ്ങനെയൊക്കെയാണ് അത് എഴുതുന്നതെന്നുള്ള ആ ഫോർമാറ്റ് തന്നെ അവരെ എഴുതി പഠിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പൊ അതിന് നിങ്ങൾക്ക് വർക്ക് ബുക്കുകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എഴുതാനുള്ള പോർഷൻസ്, റൈറ്റിംഗ് പോർഷൻസ് ഉണ്ട്. അതുപോലെ 4 ലൈൻ ബുക്സ് യൂസ് ചെയ്യാം. 4 ലൈൻ ബുക്കിലാണെങ്കിലും എഴുതി നമുക്ക് അവരെ പഠിപ്പിച്ചാൽ മതി. ദെൻ വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത്, ഓരോ വേർഡ്സ് റിപ്പീറ്റ് ചെയ്ത് പല തവണ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള 4 or 5 വേർഡ്സ് മാത്രമല്ല, മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കൂട്ടിൽ വരുന്ന വേർഡ്സ് അവരെ കൊണ്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ പറയിപ്പിക്കുക. അപ്പൊ അവര് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ കാണും, അല്ലെങ്കിൽ നമ്മൾ ഫെമിലിയർ ആയി യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം അവരെ കൊണ്ട് പറഞ്ഞ് റിപ്പീറ്റായി ഓരോ ദിവസവും ഓരോ കുട്ടിയെ കൊണ്ട് എന്ന രീതിയിൽ തന്നെ പറയിപ്പിക്കുക. അപ്പൊ അവരെ കൊണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ പറയിപ്പിക്കുക, അവര് ഓർത്തിരുന്നോളും. ഇത് നെക്സ്റ്റ് നമുക്ക് B ആണ് വരുന്നത്. അപ്പൊ ഓരോ വേർഡ്സിന്റെ സൗണ്ട് പഠിപ്പിക്കാനുണ്ട്. ഹൗ ടു റൈറ്റ്, എഴുതാൻ പഠിപ്പിക്കണം, പറയാൻ പഠിപ്പിക്കണം. ഓരോ ലെറ്റർ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുള്ള സൗണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ് സൗണ്ട്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓരോ ലെറ്ററിന്റെ സൗണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോസ് നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അത് നമ്മൾ കേട്ട് പഠിച്ചിട്ട് ആ സൗണ്ട് അല്ലെങ്കിൽ സോങ് ഒക്കെ വരുന്ന രീതിയിലുള്ള സൗണ്ട്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം അവരെ കൊണ്ട് ആ രീതിയിൽ തന്നെ പഠിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇവിടെയും B കൂട്ടി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സ് ഉണ്ട്. ബുക്ക്, ബാറ്റ്, ബോൾ, ബൈസൈക്കിൾ,
പിന്നെ ഇതിന്റെയൊക്കെ കൂടെ തന്നെ ബട്ടർഫ്ലൈ. അപ്പം അതിന്റെ കൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സ് കൂടി അവരെ ഫെമിലിയർ ആക്കുക. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സ് ഫെമിലിയർ ആക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ പിക്ചേഴ്സ് കൂടെ അവരെ കൊണ്ട് പറയിപ്പിക്കുക, അല്ലെങ്കിൽ പിക്ചേഴ്സും അവർക്ക് ഫെമിലിയർ ആക്കുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പിക്ചേഴ്സ് തന്നിട്ട് എന്താണ് അല്ലെങ്കിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് കുട്ടികൾ ഫെമിലിയർ ആണെങ്കിൽ മാത്രമേ അവർക്ക് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ പിക്ചേഴ്സ് കൂടി അവരെ കൊണ്ട് ഫെമിലിയർ ആക്കുക, പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഫെമിലിയർ ആക്കുക. നെക്സ്റ്റ് ട്രേസ് ചെയ്യാനായിട്ട്, അതായത് ഹൗ ടു റൈറ്റ്, ബി എന്ന ലെറ്റർ ഹൗ ടു റൈറ്റ്, എങ്ങനെ എഴുതാം, ആ എഴുതേണ്ട ഫോർമാറ്റ് അതേ രീതിയിൽ തന്നെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അവരെ പഠിപ്പിക്കുക. റണ്ണിങ് ലെറ്റർ അല്ല, നോർമൽ ലെറ്റർ ആണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ദെൻ അതുപോലെ തന്നെ അത് ചേർത്ത് വരുന്ന വേർഡ്സ്, മാക്സിമം വേർഡ്സ്, കുട്ടികൾക്ക് അറിയാവുന്ന കുറെ വേർഡ്സ് ഉണ്ട്. ബസ്, ബുക്ക്, ബോൾ, ബാറ്റ്, ഇതൊക്കെ അവർക്ക് അറിയാവുന്ന വേർഡ്സ് ആണ്. അപ്പൊ അത് തന്നെ അവരെ കൊണ്ട് ആദ്യം മാക്സിമം ട്രൈ ചെയ്ത് പറയിപ്പിച്ചിട്ട് ശേഷം മാത്രമേ നമ്മൾ ന്യൂ വേർഡ്സ് പഠിപ്പിക്കാവുള്ളൂ. അപ്പൊ അങ്ങനെ അവര് സ്വന്തമായിട്ട് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കും. നെക്സ്റ്റ് ലെറ്റർ സി ആണ് വരുന്നത്. അപ്പൊ സി ചേർത്താണെങ്കിൽ നമുക്കറിയാം അവർക്ക് അറിയാവുന്ന കുറെ വേർഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്യാറ്റ്, അവരുടെ ഫേവറേറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. ക്യാറ്റ്, ദെൻ ക്യാരറ്റ്, പിന്നെ എന്താണ്, കാർ. ഇതൊക്കെ കുട്ടികളുടെ, പ്രത്യേകിച്ച് ബോയ്സിന്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അവർക്കറിയാവുന്ന വേർഡ്സ് അവരെ കൊണ്ട് പറയിപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ന്യൂ വേർഡ്സിലേക്ക് പോവുക. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ന്യൂ വേർഡ്സ് കുട്ടികൾക്ക് പിക്ചർ കാണിച്ച് തന്നെ മനസ്സിലാക്കി കൊടുക്കുക. കാരണം പിക്ചർ കണ്ട് അവരെ ഐഡന്റിഫൈ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് പിക്ചർ കണ്ട് മനസ്സിലാകണം അത് ഏതാണെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് പിക്ചർ കാണിച്ച് തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കുക, ഓരോ വേർഡ്സും പറയിപ്പിക്കുക. അതോടൊപ്പം നമുക്ക് എന്തുകൂടിയുണ്ട്? ലെറ്റർ സി എഴുതാനുണ്ട്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എഴുതാനും പഠിക്കണം. ലുക്ക്, സേ ആൻഡ് ട്രേസ് ഉണ്ട്. അതായത് ഓരോ വേർഡ്സും കണ്ട് പഠിക്കാനുണ്ട്. ദെൻ അത് എങ്ങനെ എഴുതാന്നൂടെ പഠിക്കാനുണ്ട്. അപ്പം എഴുതാൻ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സ്ലേറ്റ് യൂസ് ചെയ്യാം, അതുപോലെ 4 ലൈൻ ബുക്സ് യൂസ് ചെയ്യാം, റഫ് നോട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യിക്കാം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതാൻ സ്പേസസ് ഉണ്ട്, അപ്പം അവിടെയും എഴുതിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ലെറ്റർ ഡി. ഡി ചേർത്ത് വരുന്ന വേർഡ്സ് ഡോഗ്, അതുപോലെ തന്നെ ഡോർ, ഡക്ക്, ഇങ്ങനത്തെ ചെറിയ ചെറിയ വേർഡ്സ്, ഡ്രം, ഇങ്ങനത്തെ ചെറിയ ചെറിയ വേർഡ്സ് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിലെ ന്യൂ വേർഡ്സ് അവരെ കൊണ്ട് പിക്ചർ കാണിച്ച് ഐഡന്റിഫൈ ചെയ്ത് പറയിപ്പിക്കുക. അപ്പം അതുപോലെ തന്നെ ഇതൊക്കെ ചേർത്ത് വരുന്ന വേർഡ്സ്, നമുക്ക് സോങ്സ് ഉണ്ടെങ്കിൽ ആ സോങ്സ് അവരെ പഠിപ്പിക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ ചേർത്ത് ഈ ആനിമൽസിന്റെ അല്ലെങ്കിൽ ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട് വരുന്ന രീതിയിൽ, ഡി ചേർത്ത് സൗണ്ട് വരുന്ന രീതിയിലുള്ള സ്റ്റോറീസ് അവരെ കൊണ്ട് പറഞ്ഞു കൊടുക്കാം, റൈംസ് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ, ഇപ്പൊ ടീച്ചേഴ്സിന്റെ യുക്തിക്ക് അനുസരിച്ച് ഏത് രീതിയിലും പിള്ളേരെ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് പിടിച്ചിരുത്തുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ABCD 4 ലെറ്റർ കഴിഞ്ഞാൽ ആ 4 ലെറ്റർ ചേർത്ത് വരുന്ന സോങ്, അതൊക്കെ അവരെ പഠിപ്പിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ അത് എങ്ങനെ കുട്ടികളെ മാക്സിമം എന്റർടൈൻ ചെയ്യാന്നുള്ള രീതിയിൽ, LKG കുട്ടികളാണ്, മാക്സിമം എങ്ങനെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ലെറ്റേഴ്സും നമുക്ക് ചെയ്യാനുള്ള മെയിൻ കാര്യങ്ങൾ, ലെറ്റേഴ്സിന് ഹൗ ടു റൈറ്റ് എഴുതാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ സൗണ്ട് പഠിപ്പിക്കണം, ഓരോ ലെറ്ററിന്റെ സൗണ്ട് പഠിപ്പിക്കണം. ദെൻ അത് ചേർത്ത് വരുന്ന മിനിമം ഒരു 4-5 വേർഡ്സ് കുട്ടികൾ എല്ലാവരും പറയാൻ പഠിച്ചിരിക്കണം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ്സ് ആകണമെന്നില്ല, ഏതെങ്കിലും ഒരു മിനിമം 5 വേർഡ്സ് നിങ്ങൾക്ക് അവരെ പറഞ്ഞു പഠിപ്പിക്കാം. എങ്ങനെ ഐഡന്റിഫൈ പിക്ചർ വെച്ച് ഐഡന്റിഫൈ ചെയ്യാനും പഠിപ്പിക്കാം. മാക്സിമം അതുപോലെ അവരെ കൊണ്ട് ഓരോ വേർഡ്സും ഓരോ ലെറ്ററും ചേർത്ത് വരുന്ന വേർഡ്സ് പറയാനൂടെ പഠിപ്പിക്കുക. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് 2 മന്ത്സിൽ ABC ഫണ്ടിനകത്ത് വരുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ABC ഫണ്ട്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ടീച്ചേഴ്സ് അല്ലേ റെസ്പോണ്ട് ചെയ്തേ. നിങ്ങൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല, അല്ലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ലേ? അതുപോലെയല്ലേ നമ്മുടെ. ഹലോ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഹലോ ഹലോ ഹലോ, കേക്കാം, പറഞ്ഞോ. ലൈൻസ് വെച്ചിട്ടാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആൽഫബറ്റ്? അതായത് സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിംഗ് ലൈൻ, അങ്ങനത്തെ ലൈൻസ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണേ കേർവ്സ് ഒക്കെ? അതാ സ്ക്രിബ്ലിങ്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഓക്കെ മാം. സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, കേർവ്സ് അതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ലെറ്റേഴ്സിലോട്ട് വന്നാലും മതി. ഓക്കെ നോ പ്രോബ്ലം. സ്ക്രിബ്ലിങ്സ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമേ. ഓക്കെ മാം.
ഓക്കെ, അതായത് സർക്കിള്, കേർവ്സ്, എല്ലാ ഫോംസും സ്ക്രിബ്ലിങ്സ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ലെറ്റേഴ്സിലോട്ട് വന്നാലും മതി. ലെറ്റേഴ്സിലേക്ക് ഡയറക്റ്റ് വന്നില്ല. ആദ്യത്തെ ഒരു 1 വീക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രിബ്ലിങ്സ് കൊണ്ടുപോകാവുന്നതാണ്. കാരണം പിള്ളേർക്ക്, കുട്ടികൾക്ക് കൈയൊക്കെ ഒന്ന് വഴങ്ങി വന്നോളും. ഓൾമോസ്റ്റ് ഇപ്പൊ നഴ്സറിയിലെ പോർഷനിൽ തന്നെ സ്ക്രിബ്ലിങ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അധികം പറയാൻ ഞാൻ അധികം ഫോഴ്സ് ചെയ്യാഞ്ഞത്. നഴ്സറി തന്നെ സ്ക്രിബ്ലിങ് വരുന്നുണ്ട്. അപ്പൊ ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. LKG ചിലപ്പോൾ നഴ്സറി പോകാതെ വരുന്ന കുട്ടികൾ കാണാം. അപ്പൊ സ്ക്രിബ്ലിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ലെറ്റേഴ്സിലോട്ട് വരും. അപ്പൊ കുട്ടികൾക്ക് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴങ്ങി വരാൻ സ്ക്രിബ്ലിംഗിൽ നല്ലതായിരിക്കും. സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, അതുപോലെ തന്നെ കർവ്സ്, സർക്കിള്, റൗണ്ട്, ഇതെല്ലാം ഒന്ന് കുട്ടികളെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട്, റഫ് നോട്ടിലായാലും മതി, അല്ലെ സ്ലേറ്റിലായാലും മതി, ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് ലെറ്റേഴ്സിലോട്ട് വന്നാലും മതി. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ടെസ്റ്റ് ആണ് വരുന്നത്. നമ്പർ നെസ്റ്റ്. സെക്കൻഡ് വൺ, നമ്പർ നെസ്റ്റ്. നമ്പർ നെസ്റ്റിന്റെ നമുക്ക് ഫസ്റ്റ് 7 മുതൽ 24 വരെയുള്ള പേജസ് ആണ് 2 മന്ത്സിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്പർ നെസ്റ്റും അതുപോലെ തന്നെ ആദ്യം നമുക്ക് വരുന്നത് പാറ്റേൺസ് ആണ്. പാറ്റേണിന്റെ ഒരു റിവിഷൻ പോലെ, അല്ലെങ്കിൽ പാറ്റേൺസിനെ പറ്റിയാണ് ആദ്യം നമുക്ക് വരുന്നത്. ഫസ്റ്റ് പേജിൽ വരുന്ന വാട്ട് കംസ് നെക്സ്റ്റ്, ദാറ്റ് ഈസ് പാറ്റേണിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് വാട്ട് കംസ് നെക്സ്റ്റിൽ വരുന്നത്. നമ്പർ ടെസ്റ്റിന്റെ എത്ര ലെസൺ മിസ് വരുന്നത് ഫസ്റ്റ് 2 മന്ത്? ഫസ്റ്റ് 25 പേജസ് ആണ്. 7 to 24 7 to 24 വരെയുള്ള പേജസ്. നിങ്ങക്ക് എല്ലായിടത്തും എത്തിയില്ലാന്ന് തോന്നുന്നു. സിലബസ് സ്കീം ഓഫ് വർക്ക് കൂടെ അയച്ചു തരാം. എല്ലാവർക്കും തന്നെ എത്തിയില്ലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അമൃതയിലെ ടീച്ചറാണോ നൗഫിയ മിസ്സും ഷഫീന മിസ്സും ഷഹീന മിസ്സും? അല്ല, കോക്കൂരാണ്. കോക്കൂരാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കോക്കൂര് കിട്ടിയില്ലേ? ലെസൺ പ്ലാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ലെസൺ പ്ലാനോടെ നോക്കുക. അതുകൂടെ നോക്കിയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. നമ്മൾ ഓരോ മന്തും കംപ്ലീറ്റ് ആയി നമുക്ക് തന്നിരിക്കുന്ന പ്ലാൻ ഓഫ് സ്കീം വർക്ക് കംപ്ലീറ്റ് ആയോ എന്ന് നോക്കിയിട്ട് വേണം ഓരോ മന്തും ഫൈൻഡ് അപ്പ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ മാക്സിമം ആ ഒരു എത്രത്തോളം തീർക്കാനുണ്ടെന്ന് നോക്കിയിട്ട് ആ ഒരു സ്പീഡിൽ തന്നെ പോകാവുന്നതാണ്. മിനിമം നമ്മളൊരു പോർഷൻ ഇട്ടേക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ മുന്നോട്ട് കുറച്ചുകൂടെ പോയാലും കുഴപ്പമില്ല. അപ്പൊ കൂടുതൽ റിവിഷന് ടൈം കിട്ടും. മിനിമം ഇത്രയെങ്കിലും കംപ്ലീറ്റ് ആയെങ്കിലേ നമ്മുടെ പോർഷൻസ് തീരത്തുള്ളൂ. ഓക്കെ, ആദ്യമേ നമ്മൾ ഫസ്റ്റ് വാട്ട് കംസ് നെക്സ്റ്റ് ആണ്. അതായത് എന്താണ് നെക്സ്റ്റ് വരുന്നത്, അതായത് പാറ്റേൺ ഫോർമാറ്റ് ആണ് വരുന്നത്. ഇപ്പൊ രണ്ടെണ്ണം സിമിലർ ആണെങ്കിൽ നെക്സ്റ്റ് അടുത്തൊരു ഡിഫറെന്റ്, നെക്സ്റ്റ് സിമിലർ. അപ്പം അടുത്തത് എന്ത് വരണം, അത് കുട്ടികളെ അങ്ങനത്തെ ഒരു പാറ്റേണിന്റെ ഫോർമാറ്റിന്റെ സ്റ്റാർട്ടിംഗ് ആണത്. അപ്പൊ പാറ്റേൺസ്, ഇൻട്രൊഡക്ഷൻ ഓഫ് പാറ്റേൺ ആണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പിക്ചേഴ്സ് അല്ലാതെ എന്ത് വേണേലും കാണിക്കാം. അപ്പൊ 4 സ്റ്റാർ കൊടുക്കുക, അടുത്ത വേറൊരു സർക്കിൾ കൊടുക്കാം, പിന്നെ അല്ലെ 2 സ്റ്റാർ, 2 സ്ക്വയർ, ദെൻ അടുത്ത വേറൊരു സിമ്പിള്. അങ്ങനെ സിമ്പിൾസ് മാറ്റി മാറ്റി കൊടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ പാറ്റേൺ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിക്ചേഴ്സ് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ 2 വര ഒരുപോലെ ഇരിക്കുന്ന 2 സ്റ്റാൻഡിംഗ് ലൈൻ കൊടുത്തിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കാം, അടുത്ത 2 സ്റ്റാൻഡിംഗ് ലൈൻ, ഒരു സ്ലീപ്പിംഗ് ലൈൻ, അങ്ങനെ കൊടുത്താലും ഒരു പാറ്റേൺ ഫോർമാറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പാറ്റേൺസ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്പേഴ്സ് 1 to 10 ആണ്. അപ്പം ഓൾറെഡി നഴ്സറിയിലെ കുട്ടികൾ നമ്പേഴ്സിനെ കുറിച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യണം. സോ 0 to 10 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ആദ്യമേ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളെ ആദ്യമേ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കുക, കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കണം. 1 2 3 അപ് ടു 10 വരെ കൗണ്ട് ചെയ്യാൻ ആദ്യം പഠിപ്പിക്കുക. ദെൻ നമുക്ക് ട്രേസ് ചെയ്യാൻ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനായിട്ടുണ്ട്. 10 വരെ എഴുതാൻ പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യമേ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കുക. 1 2 3 അത് എത്രയാന്നുള്ളത് കൗണ്ട് ചെയ്ത് കയ്യിലോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സോ വെച്ച് നിങ്ങൾക്ക് അവരെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം. അപ്പൊ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ പറയാൻ പഠിപ്പിക്കുക, ദെൻ എഴുതാൻ പഠിപ്പിക്കുക. എഴുതാനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സ്പേസസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്കറിയാം 4 അല്ലെങ്കിൽ 5 പ്രാവശ്യം എഴുതിയാൽ പഠിക്കില്ല. സോ നിങ്ങൾക്ക് സ്ലേറ്റ് യൂസ് ചെയ്യാം, റഫ് നോട്ട്സ് യൂസ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് എഴുതി പഠിച്ച ശേഷം മാത്രം നോട്ട്ബുക്കിലോട്ട് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ എഴുതിയാൽ മതിയാകും. അപ്പൊ 0 to 1 ആദ്യത്തെ പേജ് നമുക്ക് വരുന്നത് 0 to 1 ആണ്. അപ്പൊ എന്തെങ്കിലും ഒബ്ജക്ട്സ് കാണിച്ച് 1 എന്നുള്ളതൊക്കെ എന്തെങ്കിലും ഒരു ഒബ്ജക്ട്സ് ഒക്കെ കാണിച്ച് നിങ്ങൾക്ക് അവരെ പഠിപ്പിക്കാവുന്നതാണ്.
നെക്സ്റ്റ് 2, 3 നമുക്ക് 10 വരെയുള്ള എല്ലാ ഒബ്ജക്ട്സിനെയാണ് ആദ്യമേ നമുക്ക് എഴുതാനായിട്ട് വരുന്നത്. അപ്പൊ കൗണ്ട് ചെയ്യാനും 10 വരെയുള്ള ഒബ്ജക്ട്സ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ എഴുതാൻ പഠിപ്പിക്കുക. അപ്പൊ നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് തീരത്തില്ല. അപ്പം അതായത് നമുക്കറിയാം കുട്ടികൾക്ക് കുറച്ചധികം ഉണ്ട്, മാത്സ് എല്ലാ ക്ലാസ്സിലും കുറച്ചധികമാണ് പോർഷൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് 1 to 10 അല്ലെങ്കിൽ 9 വരെയുള്ള നമ്പേഴ്സ് കുട്ടികൾക്ക് കൃത്യമായിട്ട് തറവായിട്ട് ക്ലിയർ ആയെങ്കിൽ മാത്രമേ അവര് മുന്നോട്ട് അത് അവർക്ക് യൂസ് ആകത്തുള്ളൂ. 1 to 9 കൺഫ്യൂഷൻ വന്നാല് പിന്നെ അവർക്ക് ബാക്കിയുള്ളതൊന്നും കണ്ടിന്യൂ ചെയ്ത് എഴുതാനായിട്ട് പറ്റത്തില്ല. 10 കഴിഞ്ഞാൽ 11 തൊട്ട് ബാക്കിയെല്ലാം നമുക്കറിയാം റിപ്പീറ്റേഷൻ ആണ് നമ്പേഴ്സ്. സോ ആ 1 to 9 നല്ല തറവായിട്ട് പഠിപ്പിക്കുക. ആദ്യത്തെ മാസങ്ങളിൽ നന്നായിട്ട് അവരെ ഡെയിലി എഴുതിപ്പിക്കുക. ഒരു ലെറ്റർ എഴുതി പഠിച്ചുള്ള 1 മാത്രമേ പഠിപ്പിച്ചുള്ള 1 ഡെയിലി എഴുതിപ്പിക്കുക. റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് തന്നെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ വീടുകളിൽ പോയാൽ നമുക്കറിയാം, ഒരു LKG കുട്ടി അല്ലെങ്കിൽ UKG കുട്ടി വീട്ടിൽ പോയാൽ ഒരിക്കലും ബുക്ക് എടുത്ത് പഠിക്കാൻ പോകുന്നില്ല, നമുക്കറിയാവുന്നതാണ്. ഉറപ്പായിട്ട് ഒരു കളിയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്ന ടൈം മാത്രമാണ് കുറച്ച് ഒരു ബുക്ക് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഉള്ളൂ. അപ്പൊ ആ ടൈമിൽ മാക്സിമം നമ്മൾ അവരെ എന്റർടൈൻ ചെയ്യിപ്പിച്ച് തന്നെ പഠിപ്പിക്കുക. അപ്പൊ ഒബ്ജക്ട്സ് ഒക്കെ കാണിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും റൈംസ്, നമ്പർ റൈംസ് ഒക്കെ ഉണ്ട്, അപ്പൊ ആ റൈംസ് വെച്ച് പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് കാണിച്ച് പഠിപ്പിക്കുക, അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കാണിച്ച് പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെ അവരെ മാക്സിമം എന്റർടൈൻ ചെയ്ത് പഠിപ്പിക്കുക. അവര് പഠിക്കുക എന്ന് തോന്നുകയും ചെയ്യരുത്, പക്ഷെ അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കുകയും ചെയ്യണം. ആ ഒരു രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ 1 to 10 വരെയുള്ള നമ്പേഴ്സ് തന്നെ ആദ്യത്തെ ജൂണിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മുടെ പോർഷൻസ് മുന്നോട്ട് നീങ്ങാൻ താമസമായിരിക്കും. അപ്പൊ എല്ലാ ദിവസവും എഴുതി കൊടുത്തു വിടുക. 1, 2 അവരെ ക്ലാസ്സിൽ എഴുതി ഒരു 1, 2, 3 3 നമ്പേഴ്സ് പഠിപ്പിക്കുക. അത് റിപ്പീറ്റ് ആയിട്ട് എഴുതിപ്പിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് ഒരു പേജ് വല്ലതൊക്കെ എഴുതി കൊടുക്കുക. അല്ലാതെ അതിൽ കൂടുതലൊന്നും കൊടുത്താലും പിള്ളേർ എഴുതത്തില്ല. അപ്പൊ പിന്നെ പിറ്റേ ദിവസം വീണ്ടും ക്ലാസ്സിലിരുത്തി അവരെ റിപ്പീറ്റ് ചെയ്ത് എഴുതിപ്പിക്കുക. എഴുതിച്ചാൽ മാത്രം പറഞ്ഞ് നന്നായിട്ട് ഉറക്കെ പറഞ്ഞ് എഴുതി പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ ഓർത്തിരുന്നോളൂ. റിപ്പീറ്റ് അതായത് ക്ലാസ് ഗ്രൂപ്പായിട്ടൊക്കെ അവരെ കൊണ്ട് ലൗഡ്ലി പറയിപ്പിക്കുക. അങ്ങനെ എല്ലാവരുടെയും കൂടി ഇരുന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ കുറച്ചുകൂടെ പറഞ്ഞോളൂ. നെക്സ്റ്റ് നമുക്ക് വരുന്ന കളേഴ്സ് ആണ്. പ്രൈമറി കളേഴ്സ്. ഫസ്റ്റ് കളർ റെഡ് ആണ്. റെഡ് ചേർത്ത് വരുന്ന കളേഴ്സിന്റെ അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഒക്കെയാണ് തന്നേക്കുന്നത്. അപ്പൊ റെഡ് ചേർത്ത് വരുന്ന ഒബ്ജക്ട്സ് അപ്പൊ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? അവരുടെ തന്നെ ബോൾസ് കാണും റെഡ് കളർ, അല്ലെങ്കിൽ ആപ്പിള്, ദെൻ പിന്നെ എന്താണ് ടൊമാറ്റോ, വാട്ടർമെലൺ, പിന്നെ സ്ട്രോബെറി, ഇങ്ങനത്തെ അവർക്കറിയാവുന്ന കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കാണും. അത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അതുപോലെ തന്നെ ഓരോ കളറ് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കളർ ഡേ ഒക്കെ വെക്കുക. റെഡ് കളർ, ഫസ്റ്റ് കളർ റെഡ് പഠിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു റെഡ് കളർ ഡേ വെക്കുക. അവരോട് റെഡ് കളർ ഡ്രസ് ഇടാൻ പറയുക, അല്ലെങ്കിൽ റെഡ് കളറിന്റെ ഒബ്ജക്ട്സ് കൊണ്ടുവരാൻ പറയുക. അപ്പൊ പല ഒബ്ജക്ട്സ് ഒക്കെ അവർ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആ കളർ കൃത്യമായിട്ട് മനസ്സിലാകും, അല്ലെങ്കിൽ ആ കളറിലുള്ള ഒബ്ജക്ട്സിനെ അവർക്ക് മനസ്സിലാകും. അതൊക്കെ കുട്ടികൾക്കുമാണെങ്കിലും പേരൻസിനാണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് കളർ നമുക്ക് വരുന്നത് ബ്ലൂ കളറാണ്. ബ്ലൂവിന്റെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സ്കൈ, അതുപോലെ തന്നെ ജീൻസ്, ഡ്രസ്സ്, കുട്ടികളുടെ തന്നെ ഡ്രസ്സ് അവർക്കറിയാം. ബ്ലൂ ജീൻസ് അല്ലെങ്കിൽ ബ്ലൂ ബെറീസ്. പിന്നെ എന്താ ബ്ലൂ കളേഴ്സിൽ മെയിൻ ആയിട്ടൊക്കെ വരുന്നത്? അവരുടെ തന്നെ ചിലപ്പോ അംബർല ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ തന്നെ ബാഗ് ആയിരിക്കും. അപ്പം അങ്ങനെ അവരെ കൊണ്ട് കളർ ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുക. ക്ലാസ്സിൽ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെ കളർ, ബ്ലൂ കളർ ഏതാന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഒരു കളർ ഡേ വെക്കാം. ആ കളറിന്റെ ഒബ്ജക്ട്സ് അവർ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഡിഫറെന്റ് ഐറ്റംസ് അവർ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേനും അവർക്ക് ആ കളർ മറന്നു പോകാതിരിക്കും. നെക്സ്റ്റ് കളർ നമുക്ക് വരുന്നത് യെല്ലോ ആണ്. യെല്ലോ കളറിലുള്ള തിങ്സ് ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് ഇതേ രീതിയിൽ തന്നെ കൊണ്ടുവരിക. ദെൻ നെക്സ്റ്റ് ഓരോ കളർ ഒബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അതിപ്പോ അവർ കളർ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ മാക്സിമം ഈ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക. ദെൻ നെക്സ്റ്റ് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ക്ലാസ്സിൽ ഇരുത്തി തന്നെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവർ ഫ്രണ്ട്സ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ അവർ തന്നെ ക്രയോൺസ് അല്ലെങ്കിൽ വാട്ടർ പെൻ മീൻസ് സ്കെച്ച് ഒക്കെ വെച്ച് അവർ തന്നെ ചെയ്തോളും. ദെൻ നെക്സ്റ്റ് സർക്കിൾ ഷേപ്പിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. സർക്കിൾ ഷേപ്പ്. അപ്പൊ സർക്കിൾ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം റൗണ്ടിൽ ഇരിക്കുന്ന എന്തൊക്കെ ഒബ്ജക്ട്സ് ആ ഉള്ളത്. അവർക്ക് ബോൾ ഉണ്ട്, അവരുടെ തന്നെ സാധനങ്ങൾ, ബോൾ ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്? സണ്ണിന്റെ ഷേപ്പ് സർക്കിളാന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ അങ്ങനത്തെ അതുപോലെ ടയർ അല്ലെങ്കിൽ വീല്. അപ്പൊ അവരെ കൊണ്ട് തന്നെ സർക്കിൾ ഷേപ്പിലുള്ള സാധനങ്ങൾ പറയിപ്പിച്ചിട്ട് ആ ഒബ്ജക്ട്സിനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ ഷേപ്പ് ആണ്. അപ്പൊ സ്ക്വയർ ഷേപ്പിലുള്ളത് അവരെ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സ്, ഇപ്പൊ ഡെസ്കിന്റെ ഷേപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടേബിളിന്റെ ഷേപ്പ്, ഇതൊക്കെ സ്ക്വയർ ഷേപ്പ് വരുന്നത് അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ അവരെ കൊണ്ട് തന്നെ പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യിപ്പിച്ചിട്ട് അതിനെ ആ ഷേപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്പേഴ്സ് 11 to 20 ആണ്. അതായത് 10 വരെ പഠിച്ച ഒരു കുട്ടിക്ക് 11 to 20 പറഞ്ഞു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല. അതായത് 1 + 1 11, 1 + 2 12 എന്നുള്ള രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ച് തുടങ്ങുക. 20 വരെ പറഞ്ഞ് ആദ്യമേ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കുക. ദെൻ നമുക്ക് ട്രേസ് ചെയ്യാനും ഉണ്ട്. 11 to 12, 13, 14, 15. നമ്മുടെ ഫസ്റ്റ് 2 months 15 വരെയാണ് 15 വരെയാണ് വരുന്നത്. സോറി 14 വരെയാണ് വരുന്നത്. അതുവരെയുള്ള നമ്പേഴ്സ് ട്രേസ് ചെയ്യാനും അതുപോലെ തന്നെ പറയാനും പഠിപ്പിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്പർ നെസ്റ്റിനകത്ത് വരുന്നത്. കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ ടീച്ചേഴ്സ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ അത് ചേരത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്പർ നെസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷെറിൻ മിസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് 2 months ഇല്ല. 1 to 14 വരുന്നത്. അമൃതയിലെ ടീച്ചർ അല്ലേ? അതെ, ഓക്കെ. നെക്സ്റ്റ് 1 മൈ to വേൾഡ്. 14 വരല്ലേ? 7 to 14 ജൂണിലും 15 to 24 പേജസ് ജൂലൈയിലും 1 to 14 നമ്പേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സ്കീം ഓഫ് വർക്ക് അയച്ചു തന്നെ കുഴപ്പമില്ല. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് മൈ വേൾഡ്. നെക്സ്റ്റ് തേർഡ് ടെക്സ്റ്റ് മൈ വേൾഡ്. മൈ വേൾഡിന് നമ്മള് ജൂലൈ വരെ ഫിനിഷ് ചെയ്യേണ്ടത് ലെസൺ 1ഉം ലെസൺ 3ഉം ആണ്. ലെസൺ 2 ഇപ്പൊ അല്ല വരുന്നത്, ലെസൺ 3 ആണ് വരുന്നത്. 1 and 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് ഓൾ അബൌട്ട് മീ. അതായത് ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ ആദ്യമേ തന്നെ ഒരു കുട്ടീനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ആളിനെ കുട്ടിയെ പറ്റി തന്നെ പറയാൻ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന്. ഞാൻ ആരാണ്, എന്റെ പേര് പഠിപ്പിക്കണം. പിന്നെ എന്താണ്, എന്നാണ് എന്റെ ബർത്ത്ഡേ, അല്ലെങ്കിൽ എത്രയാണ് എന്റെ ഏജ്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത്. ഇന്ന ആള്, ഇത്ര ഇയേഴ്സ് ഓൾഡ്, ദെൻ മൈ സ്പെഷ്യൽ ഡേ. അപ്പൊ എന്റെ ബർത്ത്ഡേ എന്നാന്നൂടെ വേണമെങ്കിൽ അവിടെ എഴുതാനുള്ള സ്പേസ് ഉണ്ട്, അതുകൂടെ എഴുതാം. ദെൻ കുട്ടിയുടെ ഒരു ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ട്, അവിടെ മാക്സിമം എല്ലാ കുട്ടികളെ കൊണ്ട് തന്നെ ഫോട്ടോ ഒട്ടിപ്പിക്കുക. അപ്പൊ അവർക്ക് അവരുടെ തന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഗേൾ ആൻഡ് ബോയ്, ഗേൾ ഓർ ബോയ്. ഇപ്പൊ ഗേൾ ഓർ ബോയുടെ ഒരു എന്തൊക്കെയാ യൂണിക് ഐഡന്റിറ്റീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഓരോരുത്തരെയും കുട്ടികളെ തന്നെ നിർത്തി അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അതുപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ ക്ലാസ്സിൽ അവരെ ഓരോരുത്തരുടെയും സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയിപ്പിക്കും. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോഴത്തേനും കുട്ടികൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആവും. കുട്ടികളുമായിട്ട് തന്നെ കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനൊക്കെ കുട്ടികളിൽ നിന്ന് പഠിക്കും. അങ്ങനെ അവരെ ഓരോ ആക്ടിവിറ്റിക്ക് ഫ്രണ്ടിലോട്ടൊക്കെ വിളിച്ചു നിർത്തി സംസാരിപ്പിക്കുക. ദെൻ മൈ ബോഡി പാർട്സ്. അപ്പൊ കുട്ടികൾക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും, അതുപോലെ മലയാളത്തിൽ ഇവർക്ക് പാർട്സ് ഒക്കെ പറയാൻ അറിയായിരിക്കും. അപ്പൊ അവരെ കൊണ്ട് മലയാളം പറയിപ്പിച്ചിട്ട് നമ്മൾ അതിന്റെ ഇംഗ്ലീഷൂടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അറിയാവുന്ന കുട്ടികൾ കാണും, അപ്പൊ അവരെ കൊണ്ട് അവരോട് ഏതെങ്കിലുമൊക്കെ പാർട്സ് ചോദിച്ചാൽ ചിലപ്പോൾ അവർ പറയും. അപ്പം അങ്ങനെ പറയിപ്പിക്കുകയും ചെയ്യുക, അതോടൊപ്പം പുതിയ വേർഡ്സ് പഠിപ്പിക്കുകയും ചെയ്യുക. അപ്പം ഓരോന്നും ഓരോ പാർട്സ് ഏതെന്നാ ഐഡന്റിഫൈ ചെയ്ത് പറയിപ്പിക്കുക. ദെൻ അതിന്റെ ഒരു ചെറിയൊരു സോങ്, ഒരു റൈം വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ റൈംസ് ഒക്കെ വരുന്നത് നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പോർഷൻസ് കഴിയുന്ന കൂടെയും അല്ലെങ്കിൽ പോർഷൻസ് പഠിപ്പിക്കുന്ന ഒപ്പമൊക്കെ പറയിപ്പിക്കുക അല്ലെങ്കിൽ പാടിപ്പിക്കുക. നെക്സ്റ്റ് സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസ് നമുക്കറിയാം. സെൻസ് ഓർഗൻ വെറുതെ പഠിപ്പിക്കാതെ ഓരോന്നിന്റെ എന്തൊക്കെയാണ് ഓരോന്നിന്റെ യൂസ്, അല്ലെങ്കിൽ ഓരോന്നും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് ആദ്യമേ പഠിപ്പിക്കുക. എന്നിട്ട് ആ സെൻസ് ഓർഗനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ സെൻസ് ഓർഗൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മൾ കണ്ണ് കാണാൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നു, ടു സീ. ദെൻ ഐസ് ഫോർ ഇയർ സീ, ദെൻ ഇയർ ഫോർ ഹിയറിംഗ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഓരോന്നും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ്
നമ്മൾ ഇതിന്റെ എന്താന്നുള്ള സെൻസ് ഓർഗൻ എന്നുള്ള പേരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഓരോന്നിന്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ശേഷം ഇതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും എന്തിനൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ യൂസ് ഉള്ള നമ്മുടെ ഓരോ ബോഡി പാർട്സിന് നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് സെൻസ് ഓർഗൻ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം അതിന് നമുക്ക് ഒന്നെങ്കിൽ എന്താണ് ഇതിനകത്ത് കൊടുത്തേക്കുന്ന പോലെ കുറെ പിക്ചേഴ്സ് നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ പല വിധത്തിലും കേൾക്കുന്നു. അപ്പം എന്താണ് പുറത്തുനിന്നുള്ള മൈക്ക് വെച്ച് അനൗൺസ്മെന്റ് കേൾക്കാം, അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന കേൾക്കാം. ഈ കേൾക്കുന്നതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പാർട്സ് കൊണ്ടാണ്? ചെവി. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ, ഓരോ പാർട്സിന്റെ യൂസ് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഓരോ പാർട്സ് അല്ലെങ്കിൽ ഓരോ ബോഡി പാർട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബീങ് ഹൈജീനിക്. അപ്പൊ ബീങ് ഹൈജീനികത്ത് എന്തൊക്കെ കുറെ നമ്മൾ റെഗുലർ അല്ലെങ്കിൽ ഒരു ആളുടെ ഡെയിലി റുട്ടീനിൽ വരുന്ന ഗുഡ് ഹാബിറ്റ്സ് കൂടിയാണത്. അപ്പൊ ഗുഡ് ഹാബിറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ പറയാം. അല്ലെങ്കിൽ ഹൈജീനിക്, ബീങ് ഹൈജീനിക്, എങ്ങനെ വൃത്തിയുള്ളതായിരിക്കണം അപ്പൊ അത് പറയുന്നു. അപ്പൊ അവരോട് പറയുക ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അതോടൊപ്പം ഗുഡ് ഹാബിറ്റ്സ് കൂടിയാണിത്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പൊ അത് ഓരോന്നോരോന്ന് അവര് ചെയ്തിട്ടുള്ളതുമാണ്, ചെയ്യുന്നതുമാണ്. അപ്പൊ അത് അവർക്ക് മനസ്സിലാക്കിയും കൂടെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫാമിലി ഇൻട്രൊഡക്ഷനോടെയാണ് ഇവിടെ വരുന്നത്. ഒരു ചെറിയൊരു റൈം പോലെ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ഫാമിലി ഇൻട്രൊഡക്ഷൻസ് എന്തൊക്കെയാണ്? ത്രീ ടൈപ്സ് ഓഫ് ഫാമിലി വരുന്നുണ്ട്. സ്മോൾ ഫാമിലി, ലാർജ് ഫാമിലി ആൻഡ് ജോയിന്റ് ഫാമിലി. ദെൻ അവിടെ ഒരു ഫാമിലി പിക്ചർ പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ജൂണിൽ തീർക്കേണ്ടതാണ് ഇത്രയും ഉള്ള കാര്യങ്ങൾ. അപ്പം അതില് കുറെ നല്ല കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളെ ഉള്ളെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം എടുത്ത് പറയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പം അത് നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ പഠിപ്പിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഫാമിലി നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ പോകുന്നത് ഫാമിലി ചാപ്റ്ററിലേക്ക്, അല്ലെങ്കിൽ മൈ ഹൗസിലേക്കാണ് നെക്സ്റ്റ് തേർഡ് ചാപ്റ്ററിലേക്ക് പോകുന്നത്. അപ്പം അവിടെയും ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ നമുക്കറിയാം ഫാമിലിയിലുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഒരു അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ കുട്ടികള്. ആ ഒരു അവരുടെ തന്നെ കുറെ ജോബ്സ് അല്ലെ ഡ്യൂട്ടീസ് ഒക്കെയാണ് ആദ്യം പറയുന്നത്. അത് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. വീട്ടിൽ അമ്മ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അല്ല അച്ഛൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികൾ നിങ്ങൾ ഓരോരുത്തരും അവർക്ക് ഒരു ഡ്യൂട്ടി അസൈൻ പോലെ കുട്ടികൾ ചെയ്യേണ്ട ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ഗുഡ് ഹാബിറ്റ്സ് പോലെ പേരൻസിന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. അപ്പൊ അവർക്ക് പേരൻസിന്റെ കൂടെ അവർ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവരത് ചെയ്തോളും. ഓക്കെ, അപ്പം അമ്മമാരെ ഇന്ന കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ബുക്സ് അടുക്കി വെക്കാം, അല്ലെങ്കിൽ കളി കഴിഞ്ഞ് ടോയ്സ് ഇന്ന സ്ഥലത്ത് കീപ്പ് ചെയ്യുക. അതൊക്കെ ഒരു ഗുഡ് ഹാബിറ്റും ആയിക്കോളും, പേരൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതും ആയിക്കോളും. ദെൻ മൈ ഹൗസ്. മൈ ഹൗസ് ഒരു വീടിന്റെ പിക്ചർ വെച്ച് നിങ്ങൾക്ക് ഒരു വീട്ടിലെ ഓരോ റൂംസ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ. ഓരോ വീട്ടിലും ഡൈനിങ് റൂം ഉണ്ട്, അല്ലെങ്കിൽ ബെഡ്റൂം, കിച്ചൺ, ഓരോന്നും എന്തിനുള്ള റൂംസ് ആണെന്നും അതുപോലെ ഓരോ റൂംസിന്റെ നെയിംസ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടൈപ്സ് ഓഫ് ഹൗസസ്. ഇപ്പൊ നമുക്കറിയാം എന്താ സിംഗിൾ ഹൗസസ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഹൗസ് എന്ന്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഒറ്റനില വീടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പിക്ചർ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിച്ചവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഒറ്റനില വീട്, അതുപോലെ രണ്ട് നില വീട്. പിന്നെ പിന്നെ എന്താ ടൈപ്പ് വരുന്നത്? അപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ്. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റി ഡിഫറെന്റ് ടൈപ്സ്. ടെക്സ്റ്റ് ഉള്ളത് മാത്രം നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നില്ല. എക്സ്ട്രാ നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ എക്സ്ട്രാ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൗസസ് കിട്ടും. അതുകൂടി അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഡിഫറെന്റ് റൂംസ് ഇൻസൈഡ് അവർ ഹൗസ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ ഹൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കൂടെ തന്നെ ഡിഫറെന്റ് റൂംസിന്റെ കൂടെ നെയിംസ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സേഫ് ആൻഡ് അൺസേഫ് തിങ്സ്. അത് കുട്ടികൾക്ക് കൃത്യമായ രീതിയിൽ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമുക്കറിയാം കുട്ടികൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ, കുട്ടികൾ യൂസ് ചെയ്യേണ്ട പല സാധനങ്ങളുണ്ട്, കുട്ടികൾ യൂസ് ചെയ്യരുതാത്ത സാധനങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് അവരെ അതിന്റെ ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു കത്തി, അല്ലെങ്കിൽ സിസേഴ്സ്, തീയ, കിണറ്, കുളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വെള്ളം, പിന്നെ എന്താണ് ചാർജിങ് പ്ലഗ്, സ്വിച്ച്, അങ്ങനത്തെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, അതിന്റെയൊക്കെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട് എന്താ, അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ കുട്ടികൾ അതിനെ സേഫ് അല്ല എന്ന് മനസ്സിലാക്കുകയുള്ളൂ. അതുപോലെ സേഫ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാവുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അവിടെ LKG കുട്ടികൾ വീട്ടിലൊക്കെ കളിച്ച് വളർന്നു വരുന്ന പിള്ളേര് ഉറപ്പായിട്ടും കുറച്ച് കുസൃതിയൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അവരെ ഒന്ന് പെട്ടെന്നൊന്ന് കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ടീച്ചേഴ്സിനെയാണ് ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ എന്താണ് ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പം അത് ടീച്ചേഴ്സ് മനസ്സിലാക്കി
കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. സേഫ്റ്റി അറ്റ് ഹോം. ഇതും അതിന്റെ തന്നെ കുറച്ച് എക്സ്പാൻഷൻ ആണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യരുത്? നമുക്കറിയാം, സ്റ്റെയറിൽ കയറരുത്. അതുപോലെ തന്നെ ഷോക്ക് മീൻസ് എന്താണ്, കബോർഡിൽ കയറി നിൽക്കരുത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കയറിയ പിള്ളേർക്ക് എന്തൊക്കെ സംഭവിക്കും കൂടി അവരെ പറഞ്ഞ് മനസ്സിലായി. കയറരുത് അരുതെന്ന് പറഞ്ഞ് നമുക്കറിയാം, ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. അപ്പൊ അതിന്റെ എന്താണ് എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അത് നമുക്ക് പിക്ചറിൽ നിന്ന് മാത്രമേ, നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല. ടെക്സ്റ്റ് ഒരു ഔട്ട്ലൈനേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നമ്മുടേതായ രീതിയിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് തേർഡ് ചാപ്റ്ററിൽ വരുന്നത്. ഇപ്പൊ LKGയുടെ നമ്മുടെ പോർഷൻസിൽ ഏകദേശം വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനീസ മിസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് LKGക്കാണെങ്കിലും UKGക്കാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺസ് തരുന്നതായിരിക്കും. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് ഓരോ മീൻസ് PT1 മുമ്പ് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പോർഷൻ വരെ എത്തിയില്ല എങ്കിൽ നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇതോടെ തരുന്നുണ്ട്. അതായത് ഓരോ മാർക്കിലും വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നൂടെ ഇൻക്ലൂഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് ആ ഒരു പോർഷൻ വരെ നിങ്ങൾ എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അതിനെ ക്വസ്റ്റ്യൻസിൽ ചേഞ്ച് ചെയ്ത് നിങ്ങൾ പഠിപ്പിച്ച പോർഷനിലേക്ക് മാറ്റി, അതായത് ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിടാവുന്നതുമാണ്. നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് UKGയില് നമ്മൾ ആദ്യമേ ABC ഫണ്ട് തന്നെയാണ് എടുക്കുന്നത്. UKGയുടെ ABC ഫണ്ട്. UKGയുടെ ABC ഫണ്ടില് ഫസ്റ്റ് 2 months പേജസ് 7 to 40 വരെയുള്ള പേജസ് ആണ് വരുന്നത്. നമുക്കറിയാം കുറച്ചധികം പോർഷൻസ് അപ്പോൾ തന്നെ അവിടെ വന്നു കഴിഞ്ഞു. 7 to 40 എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് പേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മന്തിൽ 7 to 20 വരെയുള്ള പേജസും സെക്കൻഡ് മന്തിൽ 21 to 40 വരെയുള്ള പേജസുമാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ്, അപ്പൊ നമുക്കറിയാം LKGയിൽ കുട്ടികൾ ഓൾറെഡി ലെറ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. A to Z വരെയുള്ള ലെറ്റേഴ്സ് ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് UKGയിലേക്ക് വരുന്നത്. അപ്പം ആദ്യത്തെ ഒരു 1 വീക്കിൽ നമുക്ക് കുട്ടികളെ എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം. A to Z വരെയുള്ള ലെറ്റേഴ്സ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ഒക്കെ ചെയ്യാം. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലേക്ക് തുടങ്ങിയാലും മതിയാകും. ഫസ്റ്റ് ഒരു 1 വീക്ക് A to Z ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും എഴുതിപ്പിക്കുക. അതുപോലെ തന്നെ അത് ചേർത്ത് വരുന്ന വേർഡ്സ് പറയിപ്പിക്കുക. ക്ലാസ്സിൽ വേർഡ്സ് പറയിപ്പിച്ചൊക്കെ പോവുക. കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് നല്ലതായിരിക്കും അത്. ദെൻ നമുക്ക് തുടങ്ങുന്നത് വവൽസ് ആൻഡ് കൺസണൻസിൽ നിന്നാണ് തുടങ്ങുന്നത്. AEIO നമുക്കറിയാം 5 വവൽസ്, അതുപോലെ തന്നെ 21 കൺസണൻസും ഉണ്ട്. അപ്പം വവൽസ് എന്താണെന്നും കൺസണൻസ് എന്താണെന്നും കൃത്യമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം വവൽസ് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന വേർഡാണ്. അപ്പം AEIO എന്നുള്ള വേർഡ്സ് അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ വവൽസ് എന്നുള്ള പേര് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുക. നെക്സ്റ്റ് വവൽസ് ചേർത്ത് വരുന്ന വേർഡ്സ് ആണ്. ഫസ്റ്റ് A ചേർത്ത് A ചേർത്ത് അതുപോലെ I ചേർത്ത് O ചേർത്ത് U ചേർത്ത് എല്ലാം ചേർത്ത് വരുന്ന വേർഡ്സ് ആണ്. AIUവിന്റെ വേർഡ്സ്, ഓരോ വേർഡ്സും അത് ചേർത്ത് വരുന്ന വേർഡ്സ്. അപ്പൊ ഇത് തന്നെ അല്ലെങ്കിലും ഇതിന്റെ കൂടെ എക്സ്ട്രാ വേർഡ്സ് നിങ്ങൾക്ക് അവരെ പഠിപ്പിക്കാവുന്നതാണ്. ദെൻ അതിൽ ഓരോ നെക്സ്റ്റ് പേജിൽ ഓരോ വേർഡ്സ് ഏതാണ് വവൽസ്, ഏത് വവലാണ് റൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് അപ്പൊ റൈറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം, പിള്ളേർ ഓൾറെഡി LKG പഠിക്കുന്നുണ്ട്. സോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരുന്ന പോർഷൻസ് കൂടെ അവരെ ആ ഓരോ വേർഡ്സിന്റെ യൂസ് ചെയ്ത് പഠിപ്പിക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് A ഫാമിലി വേർഡ്സ്. A ഫാമിലി വേർഡ്സ് എന്ന് പറഞ്ഞാൽ നടുക്ക് സെൻട്രലില് A വരുന്ന വേർഡ്സ് ആണ് നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സെൻട്രലില് A വരുന്ന വേർഡ്സ്. അപ്പം അതിന്റെ പ്രാക്ടീസ് ടൈം വരുന്നുണ്ട്. അതായത് വേർഡ്സും ഏതാണ് പിക്ചറും ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വരുന്നത് E വരുന്ന വേർഡ്സ് ആണ്. സെൻട്രലില് E വരുന്ന വേർഡ്സ്, E ഫാമിലി വേർഡ്സ്. അപ്പം ഒരു എന്താണ് നമുക്ക് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുപ്പിച്ച് വരുന്ന വേർഡ്സ് ഫൈൻഡ് ഔട്ട് സർക്കിൾ ദ വേർഡ്സ് ഇൻ ദ ഗ്രിഡ്. ഒരു ഗ്രിഡ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയും തന്നിട്ടുണ്ട്. അങ്ങനത്തെ ആക്ടിവിറ്റീസ് മാക്സിമം കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുക. ദെൻ I സെൻട്രൽ വരുന്ന വേർഡ്സ്, I ഫാമിലി വേർഡ്സ്. O ഫാമിലി വേർഡ്സ്, O സെൻട്രൽ വരുന്ന വേർഡ്സ്, O ഫാമിലി വേർഡ്സ്. ദെൻ U ഫാമിലി വേർഡ്സ്, U സെൻട്രൽ വരുന്ന വേർഡ്സ്, അതായത് 3 letter വേർഡ്സിന്റെ സെൻട്രൽ വരുന്ന വേർഡ്സ്.
Then ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഒരു പ്രാക്ടീസ് സെക്ഷനും. അതായത് വൗവൽസിന്റെ ഓരോ വൗവൽസും സെൻട്രലിൽ വരുന്ന ഫാമിലി വേർഡ്സ് ആണ്. നമ്മൾ AEIOUന്റെ ഫാമിലി വേർഡ്സ് ആണ് ഇത്ര നേരം കഴിഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ഏറ്റവും ഹൈ ഫ്രീക്വൻസി വേർഡ്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെന്റൻസിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും യൂസ് ചെയ്യുന്ന വേർഡ്സ് ദ, ഓഫ്, ആൻഡ്, എ, ടു, ഇൻ, ഈസ്, യു, ദാറ്റ്, അങ്ങനെ നമ്മൾ കോമൺലി ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അത് പറയാൻ പഠിപ്പിക്കുക, എഴുതാൻ പഠിപ്പിച്ചില്ല എങ്കിലും പറയാൻ പഠിപ്പിക്കുക കുട്ടികളെ. അതായത് ഓരോ വേർഡ്സും ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്, വാട്ട്, വൈ, വേർ, വിച്ച്, അങ്ങനത്തെ ടൈപ്പ് വേർഡ്സ് നമ്മൾ WH ക്വസ്റ്റ്യൻസിന്റെ വേർഡ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിന് യൂസ് ചെയ്യുന്ന വേർഡ്സ്, അപ്പൊ അങ്ങനത്തെ വേർഡ്സ് എല്ലാം കോമൺ ആണ്. അപ്പം അത് കുറേശ്ശെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഓരോന്നിന്റെയും വേർഡ് പഠിപ്പിക്കുക, ഒപ്പം അതിന്റെ മീനിങ് ഉള്ളതിന്റെ ഒക്കെ മാക്സിമം മീനിങ് കൂടി പഠിപ്പിക്കുക. എന്താണ് അത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കറിയാം WH ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് തന്നെ പഠിപ്പിക്കുക. നെക്സ്റ്റ് വേർഡ് ഫാമിലീസ് AB, AD, AG, അതായത് ക്യാബ്, ഓരോ അങ്ങനെ വരുന്ന വേർഡ്സ് AB യൂസ് ചെയ്ത് സെക്കൻഡ് ലെറ്റേഴ്സ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ് AB വരുന്ന ക്യാബ്. അതുപോലെ AD ബാഡ്, ഡാഡ്, AG ബാഗ്, നാഗ്, ആം, കാം, ജാം, ഡ്രാം, അങ്ങനത്തെ അത് സൗണ്ട് വെച്ച് തന്നെ പഠിപ്പിക്കുക. പറഞ്ഞു കൊടുത്ത് റിപ്പീറ്റ് ചെയ്ത് സൗണ്ടോട് കൂടി തന്നെ പഠിപ്പിക്കുക. ആ ഒരു സൗണ്ട് എങ്ങനെ വരുന്നു എന്നുള്ള രീതിയിൽ സൗണ്ടോട് കൂടി തന്നെ പഠിപ്പിക്കുക. ഓക്കെ, അപ്പം AB, AD, AG അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഫാമിലീസ് ഫുള്ള് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഫുള്ള് ഓരോന്നും ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ തീർക്കാനൊക്കെ ഒരു 2-3-4 ദിവസമൊക്കെ എടുക്കും. കുറച്ച് കൂടുതൽ ടൈം എടുക്കും. മാക്സിമം ഒരു 2-3 വേർഡ് ഫാമിലി എങ്കിലും ഒരു ദിവസം എടുത്ത് പോയെങ്കിലേ നമുക്ക് തീരത്തുള്ളൂ. അപ്പൊ അത് ടീച്ചേഴ്സ് തന്നെ ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് വേണം എടുക്കാനായിട്ട്. കാരണം നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്കിപ്പം 24 ഫാമിലീസ് വരുന്നുണ്ട്. മിനിമം ഒരു 2-3 ഫാമിലീസ് എങ്കിലും ഒരു ദിവസം തീർത്തു പോയെങ്കിലേ ഒരു മന്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ദ സൗണ്ട്. സൗണ്ട് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ LKGയിൽ പറഞ്ഞിരുന്നു. സൗണ്ട് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഒത്തിരി യൂട്യൂബ് വീഡിയോസ് ഉണ്ട് സൗണ്ട്സ് വരുന്നത്. ആ യൂട്യൂബ് വീഡിയോസ് കേട്ടിട്ട് അല്ലെങ്കിൽ കുട്ടികളെ കേൾപ്പിച്ചോ നിങ്ങൾക്ക് പഠിപ്പിക്കാം. അപ്പം അത് വീണ്ടും ഇവിടെ നമുക്ക് UKGയിൽ എയുടെ സൗണ്ട് അല്ലെങ്കിൽ വൗവൽ എ സൗണ്ട്, നമുക്കറിയാം എയുടെ സൗണ്ട് ആ സൗണ്ടാണ് നമ്മൾ A ഫോർ ആപ്പിൾ, ആ ഒരു സൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. ആ സൗണ്ട് കുട്ടികളെ കൃത്യമായിട്ട് പഠിപ്പിക്കണം. കാരണം ഇപ്പൊ കുട്ടികൾ സൗണ്ട് യൂസ് ചെയ്താണ് അല്ലെങ്കിൽ സൗണ്ട് വെച്ചാണ് മുന്നോട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് ആണെങ്കിലും വരുന്നത്, അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സൗണ്ട് ക്ലിയർ ആക്കി തന്നെ ആദ്യം LKG UKG ക്ലാസ്സുകളിൽ നിന്ന് തന്നെ അവർ സൗണ്ട് എല്ലാ ലെറ്റേഴ്സിന്റെ സൗണ്ട്സ് പഠിച്ചു പോകണം. ഓക്കെ, ദെൻ ഓരോ സൗണ്ട് യൂസ് ചെയ്ത് അവരെ എഴുതാനും പഠിപ്പിക്കുക. അതുപോലെ ഇപ്പൊ നമ്മൾ എഴുതിയ AB ഫാമിലി, അതുപോലെ AD ഫാമിലി, അത് ഓരോന്നും ചേർത്ത് വരുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ്, ആ വേർഡ്സിന്റെ പിക്ചേഴ്സും ആണ് നെക്സ്റ്റ് പേജുകളിൽ വരുന്നത്. അപ്പൊ ആ വേർഡ്സിനെ ഓരോന്നിനെയും അവര് ഐഡന്റിഫൈ ചെയ്യാൻ, വേർഡ്സ് വിത്ത് പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ബാക്കി നമുക്ക് 40 വരെയും ഏകദേശം അത് തന്നെയാണ് വരുന്നത്. പ്രാക്ടീസ് സെക്ഷൻസ്, അതുപോലെ WH ക്വസ്റ്റ്യന്റെ പോലെ സെന്റൻസ്, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. നമുക്ക് 40 വരെ ഉണ്ട്. 40 വരെ ആകുമ്പോഴത്തേനും ഏകദേശം നമ്മുടെ റീഡിങ് എവിടം വരെ വന്നു? ഐയുടെ സൗണ്ട് EG വരെ, അതായത് നമ്മൾ എഴുതിയ ഏകദേശം EG വരെയുള്ള സൗണ്ട്സിന്റെ വേർഡ് ഫാമിലീസ് ആണ് നമുക്ക് 40 വരെ, പേജ് 40 വരെ അല്ലെങ്കിൽ ഫസ്റ്റ് 2 months കൊണ്ട് തീരേണ്ടത്. കുറച്ചധികം പോർഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് വേണം ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതായത് എവിടം വരെയുള്ള ലെറ്റേഴ്സ് എങ്ങനെയൊക്കെ തീർക്കണം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അത് ടീച്ചേഴ്സിന്റെ യുക്തിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? നൗഫിയ മിസ്സേ നെക്സ്റ്റ് ഓക്കെ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്പർ നെസ്റ്റ് ആണ്. നമ്പർ നെസ്റ്റില്
ഫസ്റ്റ് 2 months വരുന്നത് പേജ് 7 to 39 വരെയാണ്. മിസ് ഇത് UKG പറയുന്നത്? UKG ആണ്. UKG. നമുക്കൊരു UKG അഡ്മിഷൻ ഇല്ല, LKG ഉള്ളത്. ഓക്കെ, കുഴപ്പമില്ല. 7 to 39 വരെയാണ് വരുന്നത്. അപ്പം ആദ്യം ഇവിടെ നമുക്ക് പാറ്റേൺസ് ആണ് വരുന്നത്. അപ്പൊ പാറ്റേൺ നമ്മൾ ഓൾറെഡി LKG ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു, പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പാറ്റേൺ ജസ്റ്റ് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം പിക്ചേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ്, സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ ഒക്കെ വെച്ച് നമുക്ക് പാറ്റേൺസ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ പാറ്റേൺസിന്റെ റിവിഷൻ ആയിട്ട് അപ്പൊ പിക്ചർ ഇതിനകത്ത് ഈ ടെക്സ്റ്റ് നമുക്ക് ഒരു 4-5 പാറ്റേൺസ് ആണ് കാണിക്കുന്നത്. അതിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമ്പേഴ്സ് ഒക്കെ എഴുതിയിട്ട് അവരെ പാറ്റേൺസ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നമ്പേഴ്സ് റിവിഷൻ ആണ് വരുന്നത്. നമ്പർ 1 to 100ന്റെ റിവിഷൻ ആണ്. അതായത് LKG നമ്മൾ 100 വരെ കഴിയുന്നുണ്ട്. 1 to 100ന്റെ റിവിഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ഇത് ട്രേസ് ചെയ്യാനായിട്ട് 1 to 20 ട്രേസ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ 21 to 40 നെക്സ്റ്റ് പേജിൽ 21 to 40 ട്രേസ് ചെയ്യാനായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് 21 to 40ലെ മിസ്സിംഗ് വേർഡ്സ് അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പേഴ്സിനെ എഴുതാനായിട്ടുണ്ട്. ദെൻ 1 to 40 നമ്പേഴ്സ് എഴുതാനായിട്ടുണ്ട്. ദെൻ നമ്പർ ലൈൻ 0 to 20 നമ്പർ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. നമ്പർ ലൈൻ കുട്ടികൾക്ക് നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുവാണ്. നമ്പർ ലൈൻ എന്താണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കാൻ നമ്പേഴ്സിനെ നമ്മൾ നമ്പർ ലൈനിൽ അല്ലെങ്കിൽ ലൈനായിട്ട് എഴുതുന്നതിനെ നമ്പർ ലൈൻ എന്ന് പറയും. നമ്പർ ലൈൻ എഴുതുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതലും കുട്ടികൾക്ക് ബിഫോറും ആഫ്റ്ററും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ ലൈൻ നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പം ആഫ്റ്ററും ബിഫോറും എങ്ങനെ എഴുതുന്നു എന്നുള്ള കാര്യങ്ങൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് ഒരു നമ്പറിന്റെ +1 ആഡ് ചെയ്താൽ ആഫ്റ്റർ നമ്പർ കിട്ടും. -1 ചെയ്താല് അല്ലെങ്കിൽ അത് -+1 പഠിക്കുന്നില്ല എങ്കിലും 1 കൂട്ടിയാല് നെക്സ്റ്റ് നമ്പർ അല്ലെങ്കിൽ ആഫ്റ്റർ നമ്പരും, 1 പുറകോട്ട് വന്നാൽ ബിഫോർ എന്നുള്ള നമ്പരും അല്ലെങ്കിൽ ആഫ്റ്റർ ബിഫോർ എന്നുള്ള ടേംസ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആഫ്റ്റർ, ബിഫോർ, ബിറ്റ്വീൻ ആ നമ്പേഴ്സിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ നമ്പേഴ്സ് എഴുതാനുള്ളതാണ് നെക്സ്റ്റ് പേജിൽ വരുന്നത്. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഷേപ്സ് ആണ്. അപ്പൊ നമ്മൾ കുറച്ച് ഷേപ്സ് ഒക്കെ LKGയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് ഷേപ്സ് കളർ ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻ കൂടെ ഉണ്ട്. അപ്പം അത് കളർ ചെയ്യാനായിട്ടൂടെ അവർക്ക് ക്ലാസ്സിലെടുത്ത് തന്നെ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് പ്ലേസ് വാല്യൂ, ടെൻസും വൺസും. നമുക്ക് 2 ഡിജിറ്റ് നമ്പറിലേക്ക് നമ്മൾ കടന്നത് കൊണ്ട് തന്നെ ഒരു വൺസും ടെൻസും അല്ലെങ്കിൽ പ്ലേസ് വാല്യൂസ് പഠിപ്പിക്കുക. ഓക്കെ, പ്ലേസ് വാല്യൂസ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ പഠിപ്പിക്കാം, അല്ലെങ്കിൽ പല ഒബ്ജക്ട്സും വെച്ച് പഠിപ്പിക്കാം, മാച്ച് സ്റ്റിക്സ് വെച്ച് പഠിപ്പിക്കാം. അപ്പം അതൊക്കെ കാണിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് പഠിപ്പിക്കാവുന്നതാണ്. ദെൻ പ്ലേസ് വാല്യൂ അതിന്റെയൊക്കെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും 21 to 30, 30 to 40 നമ്പേഴ്സ് എഴുതാനായിട്ടാണ്. ദെൻ അതുപോലെ തന്നെ മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനായിട്ട്, കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട്. ദെൻ നമ്പേഴ്സ് അടുത്തത് ട്രേസ് ചെയ്യാനായിട്ട്, വേർഡ്സിൽ എഴുതാൻ പഠിക്കുന്നുണ്ട്. അതായത് ഇവിടെ മുതൽ വേർഡ്സിൽ എഴുതാൻ പഠിക്കുകയാണ്. 1, 2, 3 എന്നുള്ള വേർഡ്സിൽ എഴുതാൻ പഠിക്കുകയാണ്. അപ്പൊ വേർഡ്സിൽ എഴുതാനായിട്ട് ആദ്യമേ നമുക്ക് ഓൾറെഡി നമ്മൾ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ONE1 പറഞ്ഞു കൊടുത്ത് ഓരോ വേർഡ്സ് സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്ത് തന്നെ പറയിപ്പിച്ച് എഴുതിപ്പിക്കുക. ONE1, TWO2 അങ്ങനെ തന്നെ സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്ത് മാക്സിമം കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. അതിന് നമുക്ക് 4 ലൈൻ ബുക്സോ അല്ലെങ്കിൽ സ്ലേറ്റ്, റഫ് ബുക്കോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് 41 to 60 അതും ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ 41, 60യുടെ മിസ്സിംഗ് വൺസ് എഴുതാനുണ്ട്. ദെൻ കൗണ്ട് ചെയ്ത് എഴുതാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. കൗണ്ട് ചെയ്ത് മാച്ച് ചെയ്ത് എഴുതാനായിട്ടുണ്ട്. ബിഗ്ഗർ നമ്പർ, സ്മോളർ നമ്പർ എഴുതാനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ. അതുപോലെ ബോക്സിനകത്ത് 2 നമ്പേഴ്സ് തന്നാൽ ബിഗ്ഗർ ഏതാണ് സ്മോളർ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളതുണ്ട്. അപ്പൊ ബിഗ്ഗർ സ്മോളർ ഒക്കെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അവർക്ക് 0 to 9 വരെയുള്ള നമ്പേഴ്സിനെ നന്നായിട്ട് തറവായെങ്കിൽ മാത്രമേ ബിഗ്ഗർ സ്മോളർ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ബേസ് ആദ്യം മുതലേ കൊടുക്കുക. ദെൻ നമുക്ക് നമ്പർ 3 ട്രേസ് ചെയ്യാൻ, അതുപോലെ 4 ട്രേസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 60, 61 to 80, 61 മുതൽ 80 വരെ എഴുതാനായിട്ടുള്ള പോർഷൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് 2 months കൊണ്ട് വരുന്ന പോർഷൻസ്. ഓക്കെ, അതായത് 1 മുതൽ
80 വരെയുള്ള നമ്പേഴ്സിന്റെ റിവിഷൻ പ്ലസ് ട്രേസിങ് ഒക്കെയാണ്, അല്ലെങ്കിൽ 4 വരെയുള്ള നമ്പേഴ്സിന്റെ ട്രേസിങ്, വേർഡ് ട്രേസിങ്, ദെൻ നമ്പർ റൈറ്റിംഗ് 80 വരെയുമാണ് നമ്മുടെ ഫസ്റ്റ് 2 മന്ത്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത് കൗണ്ട് ചെയ്യാനായിട്ടുണ്ട്, മാച്ച് ചെയ്യാനായിട്ടുണ്ട്, റൈറ്റ് ചെയ്യാനായിട്ടുണ്ട്, അങ്ങനെ പല സ്റ്റെപ്സിലുണ്ട്. അപ്പൊ അത് എല്ലാം ഒന്ന് നോക്കുക. അതുപോലെ തന്നെ കൂടുതലും കുട്ടികളെ കൊണ്ട് തന്നെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മൈ വേൾഡ് ആണ്. മൈ വേൾഡിന്റെ ഫസ്റ്റ് 1 and 3 ആണ്, 2 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇവിടെയും മൈസെൽഫ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്. LKG ഓൾറെഡി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിച്ചായിരുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻ, പേരും അതുപോലെ തന്നെ ഏജും ഒക്കെ പറയാൻ പഠിച്ചു. അപ്പൊ ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വരണം. എന്തൊക്കെയാണ്? മൈ നെയിം ഈസ് വരണം, മൈ ഫേവറേറ്റ് ഫുഡ്, അതുപോലെ തന്നെ മൈ ബെസ്റ്റ് ബുക്ക്, മൈ ബെസ്റ്റ് സോങ് അല്ലെങ്കിൽ ഐ ലവ് വിച്ച് സോങ്, മൈ ഫേവറേറ്റ് കാർട്ടൂൺ, അതുപോലെ തന്നെ ഫേവറേറ്റ് മൂവി. ദെൻ അങ്ങനെ അവനവന്റെ എന്താണ് മൈ ഫേവറേറ്റ്, എനിക്ക് എന്നെ കുറിച്ച് പറയാൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വരുന്നത്. അതാണ് ആയത് LKGയെക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് UKGയിലേക്ക് പോർഷൻ വരുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസ് ഓർഗൻസ്. അപ്പൊ സെൻസ് ഓർഗൻസ് നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ചായിരുന്നു. ഇവിടെ വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാണ് വരുന്നത്. അതുപോലെ ഓരോന്നിന്റെ യൂസസ് അല്ലെങ്കിൽ ഓരോ പാർട്സ്, ബോഡി പാർട്സ് നമ്മൾ എന്താണ്, ഏത് സെൻസിനാണ് അല്ലെങ്കിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൂടെ വരുന്നുണ്ട്. അപ്പൊ അത് എഴുതാനും റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ മാച്ച് ചെയ്യാനായിട്ടുള്ള ഫിഗേഴ്സ് വരുന്നുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് ബോഡി പാർട്സിലേക്കാണ് വരുന്നത്. നമ്മൾ LKGയിൽ ഓൾറെഡി കുറെ ബോഡി പാർട്സ് പഠിച്ചിരുന്നു. അപ്പൊ അത് എക്സ്റ്റേണൽ പാർട്സ് ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് ഇന്റേണൽ പാർട്സ് കൂടി വരുന്നുണ്ട്, ഇന്റേണൽ ബോഡി പാർട്സ് കൂടി വരുന്നുണ്ട്. അപ്പൊ ഇന്റേണൽ ബോഡി പാർട്സിന്റെ ഇൻട്രൊഡക്ഷൻ UKGയിൽ വരുന്നുണ്ട്. അപ്പൊ ഹ്യൂമൻ ബോഡി പാർട്സ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ UKG ആകുമ്പോഴത്തേനും കുട്ടികൾ നന്നായിട്ട് പിക്ചർ കണ്ട് അല്ലെങ്കിൽ ഫിഗർ കണ്ട് പഠിക്കാനായിട്ട് നോക്കണം, അല്ലെങ്കിൽ ഫിഗർ കണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ അല്ലെങ്കിൽ നെക്സ്റ്റ് തേർഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രൊഫഷൻസ് ആണ്. ഏതൊക്കെയാണ് പ്രൊഫഷൻസ് ഉള്ളതെന്ന് ആദ്യം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ടീച്ചർ ഒരു പ്രൊഫഷനാണ്. അതുപോലെ അവരുടെ തന്നെ പേരൻസ് ഡിഫറെന്റ് പ്രൊഫഷനിലുള്ള ആൾക്കാർ കാണും. അവരുടെ പേരൻസിന്റെ പ്രൊഫഷൻ എന്തൊക്കെയാന്നൊക്കെ ചോദിച്ചു തന്നെ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. ഡോക്ടർ കാണും, അല്ലെങ്കിൽ എഞ്ചിനീയർ കാണും, ദെൻ പോസ്റ്റ്മാൻ, ദെൻ ടീച്ചർ കാണും, നേഴ്സ് കാണും, അങ്ങനെ ഡിഫറെന്റ് ഡ്രൈവർ, ഡിഫറെന്റ് പ്രൊഫഷനിലുള്ള ആൾക്കാർ കാണും. അപ്പം അങ്ങനെ അവരെ കൊണ്ട് തന്നെ ഡിഫറെന്റ് പ്രൊഫഷൻസ് പഠിപ്പിക്കുക, അറിയിപ്പിക്കുക. ദെൻ ഓരോ പ്രൊഫഷനിലുള്ളവരും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ തിങ്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ ടീച്ചർ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചർ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സോൾജിയർ ആരാണ്, സോൾജിയർ എന്നുള്ള കാര്യം അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ സോൾജിയർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, സോൾജിയറിന്റെ കയ്യിൽ എന്തൊക്കെ കാണുന്നു, കുറെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുക. ദെൻ ഡോക്ടർ, ഡോക്ടർ എവിടെ വർക്ക് ചെയ്യുന്നതാണ്, ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലിലും ഡോക്ടർ, ഹോസ്പിറ്റലിൽ വരുന്ന നേഴ്സ്, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് അവർ നിങ്ങൾക്ക് പഠിപ്പിക്കാവുന്നതാണ്. ദെൻ ഡോക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡോക്ടറിന്റെ കയ്യിലുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് തന്നെ കാണും. അവർക്ക് പലർക്കും ഡോക്ടർ സെറ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നവരുണ്ട്. അപ്പം അതിലൊക്കെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് അറിയാമായിരിക്കും, ഫെമിലിയർ ആയിരിക്കും പിക്ചേഴ്സ് ഒക്കെ. അപ്പൊ അതൊക്കെ കുറച്ചുകൂടി അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. ദെൻ പോലീസിന്റെ മീൻസ് അവർക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങൾ പോലീസിന്റെ ആകപ്പാടെ യൂണിഫോം അല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ ആയിരിക്കും. അപ്പം അതിന് കൂടാതെ പോലീസ് യൂസ് ചെയ്യുന്ന തിങ്സ് എന്തൊക്കെയാന്നുള്ള അവർക്ക് പറഞ്ഞു കൊടുക്കുക. പല പിക്ചേഴ്സ് നിങ്ങൾക്ക് അവരെ കാണിച്ചു കൊടുക്കാവുന്നതാണ്. ദെൻ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ്മാന്, ഇതൊക്കെ നിങ്ങൾക്ക് പിക്ചേഴ്സ് കാണിച്ചു, അതുപോലെ തന്നെ പോസ്റ്റ്മാൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഒക്കെ, പോസ്റ്റ് ബോക്സ് ഇതൊക്കെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് അഡ്രസ്സ്. പോസ്റ്റ് ഓഫീസ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവരുടെ അഡ്രസ്സ് എഴുതാനോ അല്ലെങ്കിൽ അഡ്രസ്സ് പറയാനൂടെ പഠിപ്പിക്കുക. ദെൻ ഫാമർ, കൃഷിക്കാരൻ യൂസ് ചെയ്യുന്ന തിങ്സ് എന്തൊക്കെയാണ്, പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു റിവിഷൻ അല്ലെങ്കിൽ റിക്യാപ്പ്. അതായത് ഒത്തിരി പ്രൊഫഷൻസ് പറഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ ഓരോ പ്രൊഫഷൻസിന്റെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അത് മെയിൻ അവിടുത്തെ ആൾക്കാർ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ വർക്ക്സ് എന്നുള്ള കാര്യങ്ങളോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത്രയുമാണ് മൈ വേൾഡിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹിന്ദിയാണ് വരുന്നത്. ഹിന്ദിയിൽ ജസ്റ്റ് 2-3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ആദ്യമേ അക്ഷരങ്ങൾ. ഇവിടെ ഹിന്ദി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് UKGയിലാണ്. സോ അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ആദ്യമേ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അക്ഷരങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യമേ സ്വരാക്ഷരമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സ്വരാക്ഷരം ഓരോന്നും എഴുതാൻ പഠിപ്പിക്കുന്ന ഒപ്പം അത് ചേർത്ത് വരുന്ന 1-2 വേർഡ്സ് അല്ലെങ്കിൽ വേർഡ്സ് കൂടി പഠിപ്പിച്ചു പോവുക. പറയാൻ പഠിപ്പിക്കുക, എഴുതാൻ പഠിപ്പിച്ചില്ലെങ്കിലും പറയാൻ പഠിപ്പിക്കുക. അക്ഷരങ്ങൾ ഓരോന്ന് പഠിപ്പിക്കുക, എഴുതിപ്പിക്കുക. ഒരക്ഷരം
പഠിക്കുന്നു. അപ്പം മിനിമം അതിന്റെ ഒരു വേർഡ്, ആ അക്ഷരം ചേർത്ത് വരുന്ന ഒരു വേർഡ് കൂടി പഠിപ്പിച്ചു പോവുക. മാം എളുപ്പത്തിൽ. ഒരു മിനിറ്റ്. ആ LKG ഹിന്ദി ഇല്ല അല്ലെ? LKG ഹിന്ദി ഇല്ല. ഓക്കെ. LKG നിങ്ങൾക്ക് ഉണ്ട്. LKG നിങ്ങൾക്ക് ബ്ലൂ സ്റ്റോണിന്റെ ബുക്ക് ഹിന്ദി തന്നിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ടെക്സ്റ്റ് ട്രെയിനിങ് വേറെയാണ്. LKG ഹിന്ദി ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഹിന്ദി ഉണ്ടെന്നാണല്ലോ മിസ്സുമാര് ഉണ്ട് പറഞ്ഞത്. ഉണ്ട് ഉണ്ട് LKG ഹിന്ദി ഉണ്ട്. ഇതിപ്പോ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ മാത്രം ഹിന്ദി അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ട്. LKG ഹിന്ദി നിങ്ങൾക്ക് വരുന്നത് ബ്ലൂ സ്റ്റോണിന്റെ ബുക്കാണ്. ബ്ലൂ സ്റ്റോണിന്റെ ബുക്കിന്റെ ട്രെയിനിങ്ങിന്റെ ദിവസം നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഹിന്ദിയുടെ ട്രെയിനിങ്ങിന്. ഓക്കെ മാം. ഹിന്ദി ഉണ്ട് കേട്ടോ. LKG ഹിന്ദി വരുന്നുണ്ട്. അപ്പം LKG ഹിന്ദിയിൽ ഓൾറെഡി അക്ഷരങ്ങളൊക്കെ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പം അതിന്റെ കൂടെ ഇപ്പൊ നമുക്ക് റിവിഷൻ പോലെ ഇവിടെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്താണ്, കുട്ടികൾ മറന്നു പോകും. അപ്പം പ്രത്യേകിച്ച് ഹിന്ദിയും കൂടി ആയതുകൊണ്ട് അധികം യൂസ് ചെയ്യാതെ ആയതുകൊണ്ട് മറന്നു പോകും. അപ്പൊ ആദ്യം മുതൽ ഒന്നുകൂടി ഒന്ന് അക്ഷരങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യുക. അതായത് അക്ഷരങ്ങളും അതിന്റെ കൂടെ ഓരോ വേർഡ്സും ഇവിടെ 1, 2, 3 വേർഡ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതിലെ ഏതെങ്കിലുമൊക്കെ വേർഡ്സ് ഒക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ച് പോവുക. അതുപോലെ അക്ഷരങ്ങൾ എഴുതാൻ പഠിപ്പിക്കുക. ദെൻ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരമാണ് ഫസ്റ്റ് 2 months നമുക്ക് വരുന്നത്. സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം ഫുൾ കംപ്ലീറ്റ് ആകുന്നുണ്ട് ഫസ്റ്റ് 2 months. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് 2 months വരുന്നത്. എല്ലാ അക്ഷരങ്ങളും ചേർത്തുള്ള വേർഡ്സ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ 1, 2 വേർഡ്സ് എങ്കിലും മിനിമം പഠിപ്പിച്ചു പോവുക. LKG കാര്യമാണോ മിസ് പറഞ്ഞത്? ഹിന്ദി L- സ്വരാക്ഷര വ്യഞ്ജനങ്ങളും 2 month കൊണ്ട് കംപ്ലീറ്റ് ആവാന്ന് പറഞ്ഞത്? ഇല്ല, യുകെജിയിൽ. LKG എങ്ങനെയാണ്? LKG ടെക്സ്റ്റ് വേറെയാണ്. LKG ടെക്സ്റ്റിന്റെ ട്രെയിനിങ്ങിന്റെ എന്ന് പറയാം കേട്ടോ. ഓക്കെ. വേറെ ടെക്സ്റ്റ് ആണ്. അപ്പൊ ആ ടെക്സ്റ്റിന്റെ ട്രെയിനിങ്ങിന്റെ എന്ന് പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങള്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം, ഓക്കെ ആണ്. ഓക്കെ ആണ്. അപ്പൊ ഇതിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, പറഞ്ഞു തന്നോളാം. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ നമ്മൾ തരും. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്താൽ മതി. അതുപോലെ തന്നെ എല്ലാ മന്ത് നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് 2 monthsലേക്കുള്ള ട്രെയിനിങ് ആണ് തന്നത്. ജൂൺ ആൻഡ് ജൂലൈ. നെക്സ്റ്റ് അടുത്ത ട്രെയിനിങ് ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓരോ 3rd Saturday നമ്മൾ ട്രെയിനിങ്ങിന് ഓൾറെഡി നമ്മുടെ കലണ്ടറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കലണ്ടർ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ആ ഡേറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം എല്ലാ മാസവും ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പൊ ബാക്കി പോർഷൻസ് നെക്സ്റ്റ് ട്രെയിനിങ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓക്കെ.